ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതുച്ചാടന അനുഭവ പാഠങ്ങളുടെ രണ്ടാമത്തെ സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ കുരിശ് വരയ്ക്കുമ്പോഴുള്ള കരുത്ത് എന്തുമാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വൈദികനായിട്ട് ശുശ്രൂഷയിൽ ഇറങ്ങിയ നാളുകളിൽ അതിനെപ്പറ്റി ഒരു ബോധ്യങ്ങളില്ലാത്ത അവസരത്തിൽ ചിലപ്പോഴൊക്കെ ആൾക്കാരിങ്ങനെ പള്ളിയിൽ വരുമ്പോൾ കുറച്ച് ഉപ്പ് അല്ല കയറ് വെഞ്ചരിക്കാനായിട്ട് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ഉപ്പും കയറും കൊണ്ടുവരുമ്പം അച്ഛക്ക് എന്താ വിശേഷം വെച്ചത് വെഞ്ചരിക്കാനായിട്ട്. അതെന്താ അച്ഛാ, പശു വെള്ളം കുടിക്കുന്നില്ല, കറക്കാൻ സമ്മതിക്കുന്നില്ല, പാല് ചോർത്തുന്നില്ല, അല്ല എണീക്കുന്നില്ല, കിടപ്പാണ്, അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചു തരാം, ഉപ്പ് ഒന്ന് പ്രാർത്ഥിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അന്ന് ഇതേക്കുറിച്ചുള്ള വ്യക്തത ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും ചോദിക്കും, മരുന്ന് മേടിച്ചോ, ഡോക്ടറെ കാണിച്ചോ, വേറെ വല്ല കുഴപ്പമില്ല, ഭക്ഷണം വല്ല തെറ്റിയിട്ടാണോ, നിങ്ങൾ ഡോക്ടറെ കാണണം എന്നൊക്കെ പറയും. പക്ഷേ ഈ വരുന്നിരിക്കുന്ന കുടുംബനാഥൻ അച്ഛൻ ഇതൊന്ന് വെഞ്ചരിച്ചതാ എന്ന് പറയുമ്പോൾ അത് വെഞ്ചരിച്ച് കൊടുക്കും. സിമ്പിളായിട്ട് ഒന്ന് ആശീർവദിച്ച് കുരിശ് വരച്ച് ആശീർവദിച്ച് വിശ്വസിച്ച് കൊടുക്കും. അങ്ങനെ കൊടുത്തു വിടുമ്പോൾ ഉള്ളിലൊരു ശങ്ക ആദ്യ നാളുകളൊക്കെ അനുഭവം വരുന്നു, ദൈവമേ ഇത് കൊടുത്തിട്ട് ആ പശു എണീക്കുവോ അല്ലെങ്കിൽ കാര്യം മെച്ചപ്പെടുവോ എങ്ങനെയാണ്. പിറ്റേ ദിവസം ഇവർ രാവിലെ കുർബാനയ്ക്ക് ഈ ചേട്ടൻ പള്ളിയിലേക്ക് വരുന്ന കാണുമ്പം, ചേട്ടനെ പള്ളിയിൽ കാണുമ്പോൾ കുർബാനയ്ക്കിടയിൽ നിൽക്കുമ്പം ചിലപ്പോൾ ശങ്ക വരും, ദൈവമേ ഇന്നലെ കൊണ്ടുപോയിട്ട് പശു എണീറ്റോ അതോ പിന്നെ അസുഖം പിടിച്ച് ദയനീയമായിട്ട് പോയോ, എന്താണോ സംഭവിച്ച്, പ്രാർത്ഥിച്ചിട്ട് ഫലിച്ചോ ഇല്ലയോ. കുർബാന കഴിയുമ്പം ഈ ചേട്ടൻ്റെ അടുത്തൊരു വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കും. ചിലപ്പോഴവർ വരികയല്ല, പക്ഷെ പിന്നെ കാണുമ്പോൾ ഒരു ജിജ്ഞാസ വെച്ച് അവർ ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ അപ്പോൾ പശുവിൻ്റെ കാര്യം എങ്ങനെയായി ഉപ്പ് വെച്ച് കൊണ്ടുപോയിട്ട്. അപ്പോൾ ചേട്ടൻ പറയും, അച്ഛാ അത് അന്നേ എണീറ്റു, അത് കൊടുത്തു കഴിഞ്ഞ് അപ്പം തന്നെ എണീറ്റു. ഏതാനും അരമണിക്കൂർ ഒരു മണിക്കൂറോട് പശു എണീറ്റ് ചേർത്ത് തുടങ്ങി വരവിക്കാൻ തുടങ്ങി. എത്ര ഉറപ്പോടുകൂടിയാണ് ഈ ചേട്ടന്മാരിത് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് പൗരോഗത്യ അഭിഷേകത്തിനും അധികാരത്തിനും ആകുമ്പോൾ എത്ര ഇരട്ടിയായിട്ട് ദൈവത്തിൻ്റെ ശക്തി അവിടെ പ്രസരിക്കുകയാണ്. കുരിശിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ബോധ്യം ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയാണ് എനിക്ക് ആഴപ്പെട്ട് കിട്ടിയത്. പക്ഷെ ഒരു കാര്യം നിരീക്ഷിച്ചിട്ടുണ്ട്, ഈ കുരിശടയാളം വരച്ചിട്ട് ആശീർവദിച്ച് നമ്മൾ ദൈവശക്തി വ്യാപരിക്കാനായിട്ട് കൊടുക്കാനായിട്ട് നോക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് ഫലപ്രദമാകുന്നത് മനുഷ്യരിൽ എന്നതിനേക്കാളും മൃഗങ്ങളിലും ഭൗതിക വസ്തുക്കളിലുമാണ്. മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അത് പെട്ടെന്ന് ഫലിക്കുന്ന കാണാം. വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് വീട് വെഞ്ചരിച്ച് ഒരു സ്ഥലത്ത് ചെന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് പെട്ടെന്ന് ഫലമണിയത് കാണാം. പക്ഷെ മനുഷ്യർക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുമ്പം അത്ര പെട്ടെന്ന് ഫലമണിയുന്നതായിട്ട് ചിലപ്പോൾ കാണുന്നില്ല. അതിൻ്റെ കാരണം ചിന്തിക്കുമ്പോൾ ഈ മണ്ണും മൃഗങ്ങളും ഒന്നും ഒരിക്കലും ദൈവത്തിൻ്റെ പ്രവർത്തനത്തോടെ ശക്തിയോട് മറുതലിക്കുകയില്ല. പക്ഷെ മനുഷ്യനും മറുതലിക്കും. അവന് ദൈവം കൊടുത്തിരിക്കുന്ന സ്വതന്ത്ര ചിന്തയും സ്വതന്ത്ര മനസ്സും ഒക്കെ വെച്ചുകൊണ്ട് അവനിങ്ങനെ നെറ്റ് ചൊളിക്കും. യോഹന്നാൻ 6 ഈശോ സ്വർഗത്തിൽ നിന്നൊക്കെ ജീവനുള്ള അപ്പം ഞാനാകുന്ന പറഞ്ഞ് പഠിപ്പിക്കുന്നിടത്ത് അതിന് അവസാന വാക്കുകൾ 60 വാക്കുകളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ആൾക്കാർ പലരും ഇത് കേട്ടിട്ട് പിറുപിറുക്കുകയാണ്. ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, ഇത് വചനം കഠിനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ എണീറ്റ് പോകുന്നു, ഇട്ടിട്ട് പോകാൻ നോക്കുന്നു. അപ്പോൾ അത് മനസ്സിലാക്കി സംസാരിക്കുമ്പം വിശ്വസിക്കാത്തവരായിട്ട് നിങ്ങൾ ചിലരുണ്ട് എന്ന് ഈശോ പറയുന്നിടത്ത് യൂദാസിനെ പ്രത്യേകമായിട്ട് യോഹന്നാൻ സുവിശേഷകനോട് സൂചിപ്പിക്കുന്നുണ്ട്. അത് ആരൊക്കെയാണെന്ന് അവൻ അറിഞ്ഞിരുന്നു, കുറ്റിക്കുറവായിരുന്ന ആരാണെന്നുള്ളത്. അപ്പോൾ യൂദാസ് പിശാചിൻ്റെ ആവാസത്തിലേക്ക് പോയി. ആ യോഹന്നാൻ 6 തന്നെ അവസാന വാക്യങ്ങൾ 69-70 വാക്യങ്ങൾ വരുമ്പോൾ, നിങ്ങൾ 12 ഞാൻ തിരഞ്ഞെടുത്തില്ലേ, പക്ഷെ നിങ്ങളൊരു പിശാചാണ്. അത് യൂദാസിനെ കുറിച്ച് ഈശോ പറഞ്ഞ യോഹന്നാൻ പറയുന്നുണ്ട്. പൈശാചികമായ അവസ്ഥയിലേക്ക് യൂദാസ് പോകാൻ വരുത്തിയ യൂദാസിൻ്റെ ഒരു പ്രത്യേക പോരായ്മ വിശ്വസിക്കാതെ മറുതലിച്ചു എന്നുള്ളതാണ്. മറുതലിക്കും. ദൈവം സ്വതന്ത്ര മനസ്സ് മാലാഖമാർക്ക് കൊടുത്തു, മനുഷ്യർക്ക് കൊടുത്തു, വേറെ ആർക്കും കൊടുത്തിട്ടില്ല സൃഷ്ടികളിൽ. അങ്ങനെ സ്വതന്ത്ര മനസ്സ് കിട്ടിയ മാലാഖമാർക്കും മനുഷ്യർക്കും ദൈവത്തിൻ്റെ മനസ്സിനോട് ചേരാതെ തന്നെ മനസ്സിനെ മാറ്റിവെക്കാനുള്ള ശേഷി അതിനകത്തുണ്ട്. അങ്ങനെ മറുതലിക്കുന്നത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആശീർവദിക്കുമ്പോൾ, അല്ലെ കുരിശടനം വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും അവർക്കത് ഫലമാവണമെന്നില്ല. അവർ സ്വീകരിക്കാതെ മാറി നിൽക്കുക. അവിടെ ഈശോ പറഞ്ഞില്ല, 2 പേരെ അയച്ചപ്പോൾ അവസരന്മാരെ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ സമാധാനം ആശംസിക്കുക, സ്വീകരിച്ചാൽ അവിടെ കുടികൊള്ളും, അല്ല നിങ്ങൾക്കിത് തിരിച്ചു വരും. അപ്പോൾ നമ്മൾ ഈ കുരിശ് വരച്ച് ഉള്ള ആശീർവാദങ്ങൾ കുർബാനയിലൊക്കെ നമ്മൾ ആശീർവദിക്കുമ്പോൾ സഭ പഠിപ്പിക്കുകയല്ലേ,
ഓരോ ആശ്രയം വരുമ്പോഴും നമ്മുടെ ശിരസ് നമിച്ച് നമ്മുടെ മേൽ തന്നെ കുരിശടയാളം വരച്ചുകൊണ്ട് അത് സ്വീകരിക്കണം. ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുമ്പോഴാണ് അതിൻ്റെ ശക്തി നമ്മളിലേക്ക് പ്രകടമാവുക. അപ്പോൾ കുരിശൻ്റെ ശക്തി നമുക്ക് വസ്തുക്കളുടെ മേൽ, മൃഗങ്ങളുടെ മേലൊക്കെ വളരെ ഫലപ്രദമായിട്ട് പെട്ടെന്ന് അനുഭവമാകത്തക്ക രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നുള്ള ഒരു പാഠം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒപ്പം നമ്മുടെ മേൽ ദൈവം തരുന്ന ഔദ്യോഗികമായ അൾത്താരിൽ നിന്നുള്ള ആശീർവാദങ്ങളും പൗരോഹിത്യത്തിൻ്റെ കരുത്തോടെയുള്ള മറ്റ് പ്രാർത്ഥന സ്പർശനങ്ങളും കഴിവ് പ്രാർത്ഥനകളും ഒക്കെ അതുപോലെ തന്നെ നമ്മൾ കുരിശ് വരയ്ക്കുന്നതൊക്കെ ഫലപ്രദമാകണമെങ്കിൽ മറുതലിക്കാത്ത പിറുപിറുക്കാത്ത ഉള്ളത്ര വിശ്വാസം സ്വീകരിക്കണം എന്നൊരു പാഠവും നമുക്ക് എടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.